എല്ലാവർക്കും ഷജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഫ്താർ ടൈമിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ് ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിനു മുമ്പും ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിലും ചെറുതായി മാറ്റം വരുത്തിയിട്ടാണ് ഇന്നിവിടെ ഞാൻ ഈ ബ്രെഡ് പോക്കറ്റ് ഷവർമ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡിൻ്റെ സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 2 കോഴിമുട്ടയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കോഴിമുട്ട നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ബ്രെഡ് ഒന്നിച്ച് വെച്ചിട്ടാണ് കോഴിമുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് കോഴിമുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും കോഴിമുട്ടയുടെ മിക്സ് നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡ് കോഴിമുട്ടയിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരെണ്ണം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷവർമയുടെ മിക്സ് റെഡിയാക്കി എടുക്കാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയനൈസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ലെറ്റ്യൂസ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് വെച്ച ചിക്കനാണിത്. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഷവർമ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചൂടായ എണ്ണയിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡ് 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി ബാക്കിയുള്ള ബ്രെഡ് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ബ്രെഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് ഒന്ന് കട്ട് ചെയ്യാം. ഞാനിവിടെ കത്രി കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പോക്കറ്റിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷവർമ മിക്സ് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓരോ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷവർമയുടെ മിക്സ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരെണ്ണം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ്താർ സമയത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.